ഹലോ ഹായ് എല്ലാവർക്കും ലെനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജൂൺ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. SSC എക്സാം അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. SSC കലണ്ടറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ 35,000 ഒഴിവുകളാണ് SSC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 35,000 വാക്കൻസീസ്. അപ്പൊ സുപ്രധാന പരീക്ഷകളെല്ലാം 2025 നടക്കും. അപ്പൊ മനസ്സിരുത്തി തയ്യാറെടുത്താല് കേന്ദ്ര ശമ്പളം കിട്ടുന്ന ജോലി നമ്മുടെ കയ്യിലിരിക്കും അല്ലെ. 35,000 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CGL, CHSL, MTS, GD കോൺസ്റ്റബിൾ, CPO, JE, സ്റ്റെനോഗ്രാഫർ, SSC സെലക്ഷൻ പോസ്റ്റ് എല്ലാം ഈ കൊല്ലമാണ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാർ സർവീസിൽ ജോലി തേടുന്നവർക്ക് വലിയ അവസരങ്ങൾ ഒരുക്കിയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. സെലക്ഷൻ ഗ്രേഡ് ട്രാൻസ്ലേറ്റർ വിജ്ഞാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്റ്റെനോഗ്രാഫർ, കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, അതാണല്ലോ ഈ CGL, കമ്പൈൻ ഹയർ സെക്കൻഡറി ലെവൽ, MTS, GD കോൺസ്റ്റബിൾ തുടങ്ങിയ പരീക്ഷകളെല്ലാം ഈ കൊല്ലമാണ് നടക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം ചേരുമ്പോൾ കേന്ദ്ര സർവീസിലെ എത്ര ഒഴിവുകളാണ്? 35,000 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ 1975 സ്ഥാപിതമായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സബോർഡിനേറ്റ് ഓഫീസുകൾ എന്നിവയിലെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയാണ് ഈ ചുമതല വഴി വഹിക്കുന്നത് കേട്ടോ. അപ്പൊ SSC വഴി ഓരോ വർഷവും നടക്കുന്ന പ്രധാന പരീക്ഷകൾ എന്ന് പറയുന്നത് SSC CGL. CGL എന്ന് പറയുന്നത് ബിരുദ യോഗ്യത ഉള്ളവർക്കാണ് അല്ലെ. SSC CHSL എന്ന് പറയുന്നത് +2 യോഗ്യതക്കാർക്കാണ്. SSC MTS എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10th പാസ് ആയവർക്കാണ്. SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് CAPF, NIA, SSF റൈഫിൾമാൻ അല്ലെ. SSC CPO എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് CAPF. SSC JE എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ. SSC സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് ഗ്രേഡ് D. SSC സെലക്ഷൻ പോസ്റ്റ് മെട്രിക്കുലേഷൻ ടു ഗ്രാജുവേറ്റ് ലെവൽ വേരിയസ് പോസ്റ്റ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് SSC CGL ആണ്. ബിരുദ യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോലികൾ ലഭിക്കാൻ അവസരം ഒരുക്കുന്ന പരീക്ഷയാണ് ഇത് ഗ്രാജുവേറ്റ് ലെവൽ അല്ലെ, കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ എന്താണ് അതിന് പറയാ, ആദായ നികുതി വകുപ്പ് അല്ലെ. അതുപോലെ തന്നെ CBI, വിദേശകാര്യം, പ്രതിരോധം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര സെക്രട്ടേറിയറ്റ് സർവീസ്, റെയിൽവേ ബോർഡ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, CBI, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഡിഫൻസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, റെയിൽവേ ബോർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് ഇത് നിയമനം വന്നിട്ടുള്ളത്. 2025 13,000-ലേറെ ഒഴിവ് ഈ വിഭാഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ പരീക്ഷാ ഘട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടയർ 1 എന്ന് പറയുന്നത് പ്രിലിമിനറി ഓൺലൈൻ എക്സാം ആയിരിക്കും. അപ്പൊ ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട് കേട്ടോ. CGL നെ കുറിച്ച് പറയുമ്പോൾ അതിൽ ജനറൽ ഇന്റലിജൻസ് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 200 മാർക്ക് 60 മിനിറ്റിലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റലിജൻസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ടയർ 2ൽ പറയുകയാണെങ്കിൽ മെയിൻ എക്സാം, ഓൺലൈൻ ആൻഡ് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ quantitative abilities, general intelligence and reasoning, English language and comprehension, general studies, statistics. ഓക്കെ, ഇങ്ങനെയാണ് ടയർ 2ലുള്ള സംഭവം ഉണ്ടായിരിക്കും. അതിനുശേഷം എന്തുണ്ടായിരിക്കും? ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ പ്രിലിംസിന് മാത്സിലെയും ഇംഗ്ലീഷിലെയും കൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കുന്നത് വളരെ സുപ്രധാനമാണ്. ദിവസേന 2-3 മാതൃകാ പരീക്ഷകൾ എഴുതി ശീലിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു അടുത്ത വിജ്ഞാപനം വന്നതിൽ ഉൾപ്പെടുന്ന സെലക്ഷൻ പോസ്റ്റ് ഫേസിൽ സ്ത്രീകൾക്കും SC ST ഉദ്യോഗാർത്ഥികൾക്കും വിജയ സാധ്യത കൂടുതലുള്ളൊരു
പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. നിലവിൽ 365 നോട്ടിഫിക്കേഷനും പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഫീസ് ഇളവില്ലാത്തവർക്കും മുഴുവൻ പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ സാധിക്കാറില്ല. എന്നാൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ SC ST കാറ്റഗറിയിൽ വരുന്നവർക്കും ഫീസ് സൗജന്യം ആയതിനാൽ മുഴുവൻ പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഓരോ തസ്തികയിലും പ്രത്യേക സിലബസ് ഒന്നും ഇല്ല. സാധാരണ രീതിയിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണുള്ളത്. പരീക്ഷയ്ക്ക് ആകെ ഒരു ഘട്ടം മാത്രമാണുള്ളത്. അതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അതിപ്പോൾ ഓരോന്നിനും 25 മാർക്ക് വീതമാണ് വരുന്നത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് 25 മാർക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നിനും. അപ്പൊ 4 അല്ലേ, അപ്പൊ 100 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.